ഹായ് എവ്രി വൺ, ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് റോണ്ട ബൈൻ എഴുതിയിട്ടുള്ള അത് മാജിക് അല്ലെങ്കിൽ മാന്ത്രികം എന്ന ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ലെസൺസ് ആണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എങ്ങനെയാണ് കൃതജ്ഞത കൊണ്ട് സക്സസ് ആവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് നന്ദി കൊണ്ട് നമുക്ക് നേരിട്ടിട്ട് അതിനെ എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയും, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും നെക്സ്റ്റ് ഗ്രോത്ത് ലെവലിലേക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് മാത്രം എങ്ങനെയാണ് നമ്മളെ മുന്നേറാൻ കഴിയുന്നത് അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചിട്ട് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് റോണ്ട ബയൻ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലെസൺ എന്ന് പറഞ്ഞാൽ ഓരോ ലെസൺസ് ആയിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ ലെസൺസിലും നമുക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട ഓരോ മേഖലകളിലും, അപ്പോൾ ആരോഗ്യമാണോ, സമ്പത്താണോ, ഇനി ബന്ധങ്ങളാണോ, ഇനി അതുപോലെ നമ്മുടെ കരിയറാണോ, ഏത് മേഖലകളിൽ എടുത്ത് നോക്കിയാലും ഈ നന്ദി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് സക്സസ് ആവേണ്ടത് എന്നാണ് ഇവിടെ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ബുക്കിന് ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മാജിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോ കാണുന്ന മാജിക്കല്ല, ഇത് ലൈഫിലെ മാജിക്കാണ്, മിറാക്കിളാണ്. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഇതിലെ ഓരോ കാര്യം വായിച്ച് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് ടാസ്കുകൾ പറയുന്നുണ്ട്. ആ ടാസ്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് മാജിക്കായിട്ട് മാറുന്നതായും മാജിക്കായിട്ട് പല കാര്യങ്ങളും ലൈഫിൽ സംഭവിക്കുന്നതായിട്ടും നമുക്ക് അനുഭവിക്കാനും കാണാനും കഴിയും എന്നതാണ്, നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, മാജിക്കിൽ വിശ്വാസമില്ലാത്തവർക്ക് അതൊരിക്കലും ലഭിക്കില്ല. റിയൽ മാജിക് എന്താണ് എന്നുള്ളത് ഇത് നമ്മൾ ഇതിൽ ഓരോ പറയുന്ന കാര്യങ്ങളും ചെയ്യുമ്പോൾ റിയൽ മാജിക് എന്താണ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയുന്നതാവാം, പക്ഷെ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടൊന്ന് ഓർത്ത് നോക്കി. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും എന്തായിരുന്നു,